നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവജനനിയായ പരിശുദ്ധ കന്യകാമറിയം അമ്മയുടെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ഈ 8 നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ നമുക്ക് വിശുദ്ധ ആരാധനയിലും പ്രാർത്ഥനയിലും നോമ്പനുഷ്ഠിച്ച് ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനും പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് ദൈവത്തോട് ചേർന്ന് വസിക്കാനുള്ളതായ അനുഭവത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. ഇതിനായി നമുക്ക് ആരോഗ്യവും ആയുസ് തന്ന ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവമാതാവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. നസറത്ത് എന്ന ചെറിയ പട്ടണത്തിൽ യുയാക്കിയും അന്നയും ദൈവസന്നിധിയിൽ വിശുദ്ധിയോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കണ്ണുനീരോടെ യാചിച്ചു കിട്ടിയ നിധിയാണ് പരിശുദ്ധ മാതാവ്. ലോകരക്ഷകന്റെ വരവിനായി ലോകത്തെ ഒരുക്കിയ ഒരു ശുഭമുഹൂർത്തമായിരുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം. മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയ്ക്ക് 3 വയസ്സ് പ്രായമായപ്പോൾ യെരുശലേം ദേവാലയത്തിൽ കാഴ്ചവെച്ചു. അങ്ങനെ പരിശുദ്ധ അമ്മ വിശുദ്ധിയിലും കൃപയിലും ദൈവിക ജ്ഞാനത്തിലും വളർന്നു. പിതാവാം ദൈവം ലോകരക്ഷകന്റെ അമ്മയാകാൻ പരിശുദ്ധ മാതാവിനെ തിരഞ്ഞെടുത്തു. ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ട നീതിമാനും ദയാലുവുമായ യോസേപ്പ് എന്ന പുരുഷനുമായി വിവാഹം നിശ്ചയിക്കപ്പെട്ടു. പരിശുദ്ധ കന്യകാമറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് മാനവകുലത്തിന്റെ രക്ഷകനായ യേശു തമ്പുരാനെ ജന്മം നൽകി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പുൽത്തൊട്ടി മുതൽ ഗോകുൽത്ത വരെ സ്വപുത്രനോട് ചേർന്ന് ജീവിച്ചു. അവസാനം പരിശുദ്ധ മാതാവിനെ സ്വർഗീയ സൈന്യങ്ങളുടെ അകമ്പടിയോടുകൂടി സ്വർഗത്തിലേക്ക് ആനയിച്ച് സ്വർഗസിംഹാസനത്തിലിരുത്തി. അമ്മയുടെ ജീവിതം എളിമയുടെയും സമർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ദൈവിക ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ്. ഇത് സൂചിപ്പിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. പരിശുദ്ധ മാതാവിന്റെ സാന്നിധ്യം കുറവുകളെ നിറവുള്ളതായി തീർക്കുന്നു. അതിന് ഉദാഹരണമാണ് യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം, കാനാവിലെ കല്യാണ വിരുന്ന്. പരിശുദ്ധ മാതാവ് കർത്താവിന്റെ ക്രൂശുമരണത്തിന് ശേഷം യഹൂദന്മാരെ പേടിച്ച് ചിതറിപ്പാർത്ത ശിഷ്യന്മാരെ ഒരുമിച്ച് ചേർത്ത് അവർക്ക് ധൈര്യം പകർന്നു നൽകി. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകമെമ്പാടും കർത്താവിന്റെ സുവിശേഷം അറിയിച്ചു. അങ്ങനെ ക്രിസ്തീയ സഭയെ പണിതുയർത്തി. ഇപ്രകാരം വിശുദ്ധനായ തോമാസ് ലീഗ ഇന്ത്യയിലെത്തി ക്രിസ്തുമതം സ്ഥാപിച്ചു. പരിശുദ്ധ സഭാപിതാക്കന്മാർ പരിശുദ്ധ മാതാവിനെ ചിത്രീകരിക്കുന്നത് ഇങ്ങനെയാണ്. ഉദയസൂര്യന് മുമ്പേ ചക്രവാളത്തിൽ ഉദിച്ചുയർന്ന ഉഷകാല നക്ഷത്രം. രണ്ടാമതായി പറയുന്നു ദൈവത്തിന്റെ വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം എന്ന് വെച്ചാൽ ദൈവിക സാന്നിധ്യം, അതായത് മാനവകുലത്തിന്റെ രക്ഷകനെ ഉദരത്തിൽ വഹിക്കുന്നതിനുള്ള ഭാഗ്യം ലഭിച്ചവൾ. മൂന്നാമതായി പറയുന്നു പരിശുദ്ധ മാതാവിനെ സ്വർഗീയ രാജ്ഞി എന്ന് വിശേഷിപ്പിക്കുന്നു. അതിന്റെ പൊരുൾ ഇപ്രകാരമാണ്: പരിശുദ്ധ മാതാവിന്റെ മകൻ രാജാക്കന്മാരിൽ രാജാവും പ്രഭുക്കന്മാരിൽ പ്രഭുവുമാണ്. മകൻ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവാണെങ്കിൽ രാജമാതാവ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയാണ്. പരിശുദ്ധ മാതാവിന്റെ എളിമയും ലാളിത്യവും ദൈവിക ജ്ഞാനവും പരിശുദ്ധിയും ഈ പദവിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ്. പരിശുദ്ധ മാതാവ് കൃപയും വിശുദ്ധിയും പരിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചു. വിശുദ്ധിയോടെ വളർന്ന് അങ്ങനെ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായി തീർന്നു. പരിശുദ്ധ മാതാവിനെ 2-ാം ഹൗവ എന്ന് വിശേഷിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു: ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. ആദ്യമാതാവായ ഹൗവ പാപം ചെയ്തു. ഏദൻ തോട്ടത്തിൽ നിന്ന്, അതായത് സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോൾ 2-ാം ഹൗവ ആയ പരിശുദ്ധ മാതാവ് സ്വർഗ കവാടം സ്വപുത്രനിലൂടെ മാനവരാശിക്ക് തുറന്നുകൊടുത്തു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 1-ാം വാക്യം പരിശുദ്ധ മാതാവിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന വളരെയേറെ അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതിൽ വായിക്കുന്നുണ്ട്: അപേക്ഷിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കാത്ത മാതാവേ എന്ന്. പരിശുദ്ധ മാതാവിനെ ഓർക്കാത്ത ഒരു പ്രാർത്ഥനയും സുറിയാനി സഭയിലില്ല. പരിശുദ്ധ മാതാവിനോട് കണ്ണുനീരോടും ഹൃദയവെടുപ്പോടും അഭയപ്പെടുന്നവരെ ഒരു നാളും അമ്മ ഉപേക്ഷിക്കുകയില്ല. ഈ പരിശുദ്ധ ജനനിയുടെ ജനന പെരുന്നാളിൽ വിശുദ്ധ മർത്തമറിയം അമ്മയോട് ചേർന്ന് വിശുദ്ധിയിലും
കൃപയിലും സമർപ്പണത്തിലും കരുണയിലും നോമ്പനുഷ്ഠിച്ച് ദൈവത്തിന്റെ നല്ല മകനായി നല്ല മകളായി നമ്മുടെ നിത്യഭവനത്തിൽ, അതായത് സ്വർഗീയ ഭവനത്തിൽ നിക്ഷേപം കൂട്ടിവെക്കാം. എന്റെ എളിയ വാക്കുകളെ ഉപസംഗ്രഹിക്കുന്നു. ആമേൻ.